കണ്ണാടിപ്പറമ്പിലെ കല്യാണാലോചന എന്ന മൂവിയുടെ അണിയറ പ്രവർത്തകരെ പരിചയപ്പെടാം. സിനിമയുടെ സംവിധായകനും പ്രൊഡ്യൂസറും അതേപോലെ തന്നെ ക്യാമറാമാനും നമ്മുടെ കൂടെ ഉണ്ട്. പുച്ഛാണ് സിനിമ ചെയ്തതാണ്. ഞാൻ കുറച്ച് സമയം പുറത്തു വന്നിട്ട് ഇങ്ങനെ പെണ്ണ് കിട്ടുന്നില്ല എന്നൊരു സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തന്നെ വേണം എന്ന് പറയുന്നത്. അത്ര വലിയ ബഡ്ജറ്റ് ഒന്നല്ല നമ്മുടെ പടം. 20 to 30 അല്ലെങ്കിൽ 35 ഏജിനിടയിലുള്ള പുരുഷന്മാർ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ യൂട്യൂബ് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. നമുക്ക് അണിയറ പ്രവർത്തകരെ പരിചയപ്പെടാൻ നമ്മുടെ സിനിമയുടെ സംവിധായകൻ അതേപോലെ തന്നെ ക്യാമറാമാൻ പ്രൊഡ്യൂസർ നമ്മുടെ കൂടെയുണ്ട്. സംവിധാനം തുടങ്ങാം അല്ലേ? സിനിമ എന്ന് പറയുന്നത് പലരുടെയും സ്വപ്നമാണ്. അപ്പൊ ആദ്യം സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അതിനൊക്കെ മറികടന്നുകൊണ്ട് എന്തായാലും സിനിമ പൂർത്തീകരിച്ചിരിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എപ്പോഴായിരുന്നു? ഞാൻ ഇതിനു മുന്നേ ചെയ്ത എല്ലാ മീൻസ് ഞാൻ ക്യാമറയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതേപോലെ എഡിറ്റിംഗ്, മീൻസ് ഏത് ഫീൽഡായാലും, അതായത് സിനിമ എന്നുള്ളത് ഒരു ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഏറ്റവും എല്ലാ ഫീൽഡിലും കുറച്ച് അറിവ് നമുക്ക് വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പടം ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. മീൻസ് ഏത് സംഭവമായാലും. ഇപ്പൊ ഒരു ദിവസം നമ്മളെ എനിക്കുള്ള കോൺഫിഡൻസ് എന്തായിരുന്നു വെച്ചാല്, ഇനിയിപ്പോ നാളെ പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ ഷൂട്ട് എല്ലാം പ്ലാൻ ചെയ്ത് ഒരു ദിവസം രാവിലെ ക്യാമറമാൻ എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ ഷൂട്ട് മുടങ്ങും സാധാരണ. അപ്പോ ക്യാമറ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞാല് അന്നത്തെ ഒരു ദിവസത്തെ ഷൂട്ട് മുടങ്ങൂല. ഞാൻ ക്യാമറമാനെ പറഞ്ഞതല്ല, മീൻസ് എന്തായാലും ഏത് ഫീൽഡായാലും ഇപ്പൊ ഒരു ദിവസം നമുക്ക് എന്തെങ്കിലും ഒരു ഷോർട്ടേജ് ഉണ്ട്, ആ സംഭവത്തിനെ പറ്റി നമുക്ക് അറിവുണ്ടെങ്കിൽ നമുക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോ ഷൂട്ട് എന്തായാലും ഫിനിഷ് ചെയ്യുന്ന എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എന്ത് സാധനമായാലും ഷോർട്ട് ഫിലിം ആയാലും എന്തായാലും നമുക്ക് അതിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോ ഞാൻ സിജിനാട്ടിനോട് ഇപ്പൊ നമ്മൾ സ്റ്റോറി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഇത് ലാഭം ഉണ്ടാക്കി തരാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഈ സാധനം ഈ നിങ്ങൾ പറഞ്ഞ സ്റ്റോറി നല്ല ഭംഗിയായിട്ട് എടുത്തു വെച്ച് ഔട്ട് എടുത്ത് തരാൻ പറ്റുന്ന എനിക്ക് പറയാൻ പറ്റും. ഇതില് എത്ര റിട്ടേൺ കിട്ടും അങ്ങനെയൊന്നും എനിക്ക് ഒന്നും പറയാം. മീൻസ് നിങ്ങൾ ലാഭം പ്രതീക്ഷിച്ചിട്ടാണെങ്കിൽ ചെയ്യണ്ട, ഒറ്റ 5 പൈസ ഇതില് റിട്ടേൺ കിട്ടുന്ന വിചാരിച്ചിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. മീൻസ് ബിസിനസ് ചെയ്യാൻ, സിനിമ ബിസിനസ് ചെയ്തിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, ബട്ട് സാധനം ഔട്ട് ഇറക്കാൻ കഴിയുന്ന എനിക്ക് അറിയായിരുന്നു. അത് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ആദ്യം തന്നെ. സംഭവം വലിയ മീൻസ് എഡിറ്റിംഗ് ഞാനാണ് ചെയ്യുന്നത്. അപ്പോ എഡിറ്റിംഗ് ഞാനായതുകൊണ്ട് തന്നെ ഈ സാധനം ഷൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ സാധനം ഔട്ട് എങ്ങനെ വരുന്നത് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഒരു ചിന്തിക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കോൺഫിഡന്റ് ഉണ്ടായിരുന്നു. പിന്നെന്ന് പറഞ്ഞാല് നമ്മുടെ ബജറ്റ് തന്നെയായിരുന്നു ഏറ്റവും ചെറിയ ബജറ്റില്, അത്രയും ചെറിയ ബജറ്റിലാണ് നമ്മൾ ഈ പടം പൂർത്തിയാക്കിയത്. അപ്പൊ ഇതെല്ലാം ഒരു ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു വെല്ലുവിളി തന്നെയാണ്. ക്യാമറാമാനോട് അടുത്ത നമ്മുടെ സിനിമ എന്ന് പറയുന്നത് നമുക്കൊരു വിഷ്വൽ ട്രീറ്റ് ആണ് തരുന്നത്. അപ്പോൾ അതിൽ ക്യാമറാമാന് വളരെ വലിയൊരു പങ്കുണ്ട്. ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ നന്നായി അത് കൈകാര്യം ചെയ്യാൻ സാധിച്ചു എന്ന് തോന്നിയോ? പിന്നെ തീർച്ചയായും നമ്മളൊരു സ്റ്റോറിന്റെ അനുസരിച്ചിട്ട് ക്യാമറ ചെയ്യാന്നുള്ളതാണ് ഒരു സിനിമാറ്റോഗ്രാഫറിനെ സംബന്ധിച്ച ഏറ്റവും വലിയൊരു വെല്ലുവിളി. അപ്പൊ അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല ജീവന പടത്തിന് എന്താ പറയാ, അതിന് പറയാ ഒരു നാട്ടും പുറത്ത് നടക്കുന്ന ഒരു സംഭവമാണ്. ഇതിന് നമ്മള് ഭയങ്കരമായിട്ട് പിന്നെ എന്താ വിഷ്വൽ എഫക്ട്സോ സംഭവങ്ങളോ ഇല്ല. അപ്പൊ അതിന് റിക്വയർ ചെയ്യുന്ന ഒരു കാര്യം നമ്മളിപ്പോ എന്താ പറയാ, ഈ പടത്തില് ചെറിയ ബജറ്റിൽ ചെയ്തതായതുകൊണ്ട് തന്നെ ഒരാള് തന്നെ ഒന്നിലധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആർട്ടിൽ ഒരു സംഭവം ഇല്ലെങ്കിൽ നമ്മൾ ആർട്ടിലെല്ലാം എല്ലാം ബിഗിനേഴ്സ് ആൾക്കാർ. അപ്പൊ ചില സംഭവങ്ങൾ ഒരു ദിവസം നാളത്തെ ഷൂട്ടിന് വേണ്ട സംഭവങ്ങൾ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മള് പിന്നെ തലേ ദിവസം നൈറ്റൊക്കെ ആയിരിക്കും ഈ സംഭവങ്ങളൊന്നും എത്തിയിട്ടില്ല നമ്മൾ മനസ്സിലാവും. അപ്പൊ രാത്രി നമ്മൾ എല്ലാവരും കൂടി കാർ എടുത്ത് പോകും, ടൗണിലെല്ലാം പോയി. പിറ്റേ ദിവസത്തെ പിന്നെ അന്ന് ശിവദാസേട്ടന്റെ ഒരു ഷൂട്ടിന് വേണ്ടി അദ്ദേഹം ഒരു ജോത്സ്യനായിട്ടായിരുന്നു ഇതില് വേഷം ഇടുന്നത്. നമ്മുടെ ഷൂട്ട് കഴിഞ്ഞ് നമ്മള് എല്ലാവരും കാറും എടുത്ത് നീങ്ങി, പക്ഷെ എല്ലാ കടിയും അടച്ചു. ഈ കവടി കിട്ടുന്നില്ല നമുക്ക്, ജോത്സ്യന്റെ കവടി. അതിനുവേണ്ടി ഒരു ദിവസം നൈറ്റ് ഫുള്ള് കണ്ണൂര് നമ്മള് സെർച്ച് ചെയ്ത് ലാസ്റ്റ് കണ്ണൂർ ഏറ്റവും അവസാനം നടക്കുന്ന ഒരു കട കയറി പിടിച്ച് അവിടെ നിന്ന് നമുക്ക് സാധനം കിട്ടും. നമ്മൾ ഒരൊറ്റ ദിവസത്തേക്ക് മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാരും ടീമായിട്ട് എല്ലാവരും. അതേപോലെ തന്നെ ക്യാമറമാന് പിന്നെ ചില ഷോട്ടുകൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ലൈറ്റുകൾ എല്ലാം ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അതേപോലെ അത് ലൈറ്റ് അപ്പ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ. അപ്പൊ ഇതെല്ലാം നമ്മള് എല്ലാരും ചെയ്യും, ഡിപ്പാർട്ട്മെന്റ് മൊത്തത്തിലൊരു എല്ലാരും കൂടെ. അത് പക്ഷെ അത് അങ്ങനെ ഒരു സംഭവം നമ്മൾ ചെയ്തോണ്ട്
നമുക്ക് ഇത് എല്ലാവർക്കും ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഇനിയൊരു പടം ചെയ്യുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഏകദേശം എല്ലാവർക്കും എല്ലാ ഫീൽഡിനെ പറ്റി ചെറിയ ചെറിയ ഐഡിയ ധാരണകളുണ്ട്. ഇത് എങ്ങനെയായിരിക്കും അടുത്ത ഷോട്ടുകൾ ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താ ഏകദേശം അതൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും കുറച്ച് അറിവ് കിട്ടിയിട്ടുണ്ടോ? ഞാൻ ഈ പടം ആക്ച്വലി ഞാൻ ഇതിന്റെ പ്രിവ്യൂ പോലും കണ്ടില്ല. ഞാൻ കളർ ചെയ്യുന്ന സമയത്ത് ഒരു 1-2 ഫ്രെയിംസ് കണ്ടു എന്നല്ലാണ്ട് പ്രിവ്യൂ കണ്ടില്ല. അപ്പൊ എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇതെങ്ങനെയാ ചെയ്ത് എന്താ വന്നതെന്നല്ല. പക്ഷെങ്കിൽ തിയേറ്റർ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞാൽ ഇമോഷണൽ എത്തി തിയേറ്റർ കണ്ടത്. കാരണം അത്രയും നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് മുന്നേ വേറെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇതിന് മുന്നേ ഇതിന് ശേഷം ചെയ്തൊരു പടം തിയേറ്റർ റിലീസ് ആയിരുന്നു. അത് വലിയൊരു കാര്യം തന്നെയല്ലേ. അപ്പോ ആദ്യം ചെയ്തത് ഇത് തന്നെയാണ്. ആദ്യത്തെ സിനിമ ഈ കണ്ണാടി പറമ്പിലെ കല്യാണാലോചന തന്നെയാണ്. അപ്പൊ അതിനുശേഷം ചെയ്ത സിനിമ റിലീസായി. പക്ഷെ ഈ സിനിമ കണ്ടതിന് ശേഷമാണ് അങ്ങോട്ടേക്കൊരു അല്ലല്ല, അത് വേറെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കണ്ടിട്ട് വിളിച്ച. അപ്പോ എന്തായാലും അത് തിയേറ്റർ കണ്ടപ്പോ ഭയങ്കര ഒരു സന്തോഷം തോന്നി. എന്തായാലും ക്യാമറ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? എന്തൊക്കെയായിരുന്നു യൂസ് ചെയ്തത്? ക്യാമറ ഷൂട്ട് ചെയ്ത് ചെറിയ ക്യാമറ നെർലസ് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തത്. Fujifilm X-T4 എന്ന് പറയുന്ന ക്യാമറ ഷൂട്ട് ചെയ്തത്. പിന്നെ ലൈറ്റ്സ് എല്ലാം നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള ചെറിയ റെന്റിന് കിട്ടാവുന്ന ലൈറ്റ്സ് വെച്ചിട്ടാണ് നമ്മള് 2-3 ലൈറ്റ്സ് നമ്മുടെ കയ്യിലുള്ള ലൈറ്റ്സ്, പിന്നെ പുറത്തുനിന്നുള്ള 2. ക്ലൈമറ്റിന്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടായിരുന്നോ? ഇല്ല, ക്ലൈമറ്റ് നമ്മൾ ഈ സമയത്ത് സെറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ലല്ലേ. നമ്മള് ഓൾമോസ്റ്റ് നമ്മൾ യൂസ് ചെയ്ത് പിന്നെ നാച്ചുറൽ ലൈറ്റ് തന്നെ യൂസ് ചെയ്തുള്ളൂ. അത് അത്യാവശ്യം ബൂസ്റ്റ് ചെയ്യേണ്ട സാധനങ്ങൾ മാത്രമേ ലൈറ്റ് എക്സ്ട്രാ ചെയ്തിട്ട്. ക്യാമറ ചെറുതാണെങ്കിൽ കൂടി അതിന്റെ ഔട്ട്പുട്ട് വളരെ അടിപൊളിയായി വന്നിട്ടുണ്ട്. തിയേറ്റർ കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. കാരണം ഇത്ര ചെറിയ വലിയ ക്യാമറ പുറകെ പോകും. വലിയ ബഡ്ജറ്റിൽ വലിയ ക്യാമറ ഉണ്ടെങ്കിൽ സിനിമ ഷൂട്ട് ചെയ്തു. നമുക്ക് മൊബൈൽ ഉണ്ടായപ്പോഴും സിനിമ ഷൂട്ട് ചെയ്യാം. അപ്പോ അത് അങ്ങനെയുള്ള നമുക്ക് മീഡിയം ഏതാണെന്ന് നമ്മൾ സിനിമ ചെയ്യാന്നുള്ളതാണ് കാര്യം. ഒരു കൂട്ടായ്മയായി സിനിമ പുറത്തെത്തിക്കുക എന്നുള്ളതിലാണ് കാര്യമുള്ളത്. പിന്നെ ഇതില് പിന്നെ ചിത്രേച്ചിന്റെ ഒരു പറയുകയാണെങ്കിൽ ഇപ്പം അത്യാവശ്യം പടങ്ങളൊക്കെ കിട്ടുന്ന നമ്മള് എടുക്കുന്ന സമയത്ത് നാഥാൻ കേസോട് ഹീറോയിൻ ആയിരുന്നു, മീൻസ് സെക്കൻഡ് ഹീറോയിൻ ആയിരുന്നു. അപ്പോ നമ്മളെ പടത്തിന് ഷെഡ്യൂൾ ബ്രേക്ക് എടുത്തിട്ടാണ് എന്നാത്താൻ കേസോടിൽ അഭിനയിക്കാൻ വന്നത്. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോളാണെന്നൊക്കെ ആ ടൈം വന്നായിരുന്നു. അതുകൊണ്ടായിരുന്നു പുള്ളിക്കാരെ നമുക്ക് അതെ പുള്ളിക്കാരി ഇപ്പൊ അത്യാവശ്യം പടങ്ങളൊക്കെ ചെയ്തോണ്ട് ആഴ്ചയായി മാറിയിട്ടുണ്ട്. അപ്പോ അവര് പറഞ്ഞാൽ നമ്മളെ പ്രിവ്യൂവിന് വന്നായിരുന്നു. ഇപ്പൊ ഇന്നും നമ്മുടെ ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് എന്തോ തിരക്കിൽ വേറെ ഏതോ ഷൂട്ടിലായിരുന്നു. അതുകൊണ്ടാണ് ഇത് വരാൻ പറ്റുന്നത്. അല്ലെങ്കിൽ തീർച്ചയായും വരുമായിരുന്നു. അപ്പൊ അതേപോലെയാണ് ശിവദാസനായാലും. പിന്നെ ഒറ്റ ഒരു ദിവസം കൊണ്ട് ശിവദാസന്റെ ഷൂട്ട് കംപ്ലീറ്റ് നമ്മൾ തീർത്തായിരുന്നു. രാവിലെ മുതലേ ചെയ്തായിരുന്നു. പിന്നെ ശ്രീലേഷ് ചേട്ടൻ എന്ന് പറഞ്ഞാല് നമ്മള് കണ്ണൂർ സ്ക്വാഡിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. ഒരുപാട് പടത്തിൽ ഇപ്പൊ പുതിയ വരാൻ പോകുന്ന പടങ്ങളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പടത്തിൽ മുഖം കാണിച്ചിട്ടുണ്ട്. മമ്മൂട്ടി സാറിന്റെ കൂടെ ഫേസ് ടു ഫേസ് സംസാരിച്ച പടങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. എന്തായാലും ഫ്യൂച്ചർ നടന്മാരാണ് ഇവരൊക്കെ. അപ്പൊ അവരെല്ലാം എന്താ പറയാ നമ്മുടെ പടത്തിന് വേണ്ടി മാക്സിമം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഒരു ഇതാണ്. പിന്നെ ഈ പടത്തിൽ എന്ന് പറഞ്ഞാല് ഒരുപാട് പുതുമുഖ ആൾക്കാർ വന്നിട്ടുണ്ട്. പുതുമുഖം വന്ന ആൾക്കാർക്ക് എല്ലാ ഡയലോഗും ഉണ്ട്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതാ ഈ പുള്ളിക്കാരന്റെ സ്റ്റോറി എഴുതുമ്പോ ഒരു 10 ചെറിയ പടമാണ്. എനിക്ക് ഒരു 100 ആൾക്കാരിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇത്രയും ചെറിയ ബജറ്റില് പൈസ എത്രയുണ്ട്? പൂജാമുറി എല്ലാവർക്കും അതിന്റേതായിട്ടുള്ള റോളും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതാ ഓരോ ക്യാരക്ടേഴ്സ് നമ്മളൊരു പടം ചെയ്യുമ്പോഴെങ്കിലും പിന്നെ നമ്മള് എന്താ പറയാ ഓരോ ക്യാരക്ടേഴ്സിനും ഡെപ്ത് കൊടുക്കണം. അവരെ എന്താ പറയാ പെട്ടെന്ന് ഓരോ ക്യാരക്ടേഴ്സ് അങ്ങ് വന്നു പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് പടം ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് ഈ പടം ആൾക്കാർ കാണുമ്പോൾ അവരെ മൈൻഡിലൂടെ നമ്മൾ ചിന്തിക്കണം. ഈ സ്ക്രിപ്റ്റിങ്ങിന്റെ കാര്യം മുതലേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റോറി ഫുൾ അറിയാം. പക്ഷെ പുറത്തുള്ള ഒരാള് ഇത് കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാവണം ഇതെന്താണ് നമ്മൾ കാണിക്കുന്നത്. ഡയറക്റ്റ് സ്റ്റോറി പറഞ്ഞു പോകുന്ന ഒരു ലെവലിൽ തന്നെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ തന്നെ അവരെ അഭിനയം ഇപ്പം നമ്മളെ ബാബുവേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മളെ രാധാകൃഷ്ണേട്ടൻ എല്ലാരും നാടകന്മാർ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇവരെല്ലാം അഭിനയം എന്ന് പറഞ്ഞാല് നമുക്ക് ഡൗൺ ചെയ്യുവാണ് വേണ്ടത്. ഞാൻ പറഞ്ഞ പുറത്ത് ഇത്രയും വേണ്ട ഡൗൺ എന്ന് വെച്ചാൽ ഡൗൺ എന്ന് പറഞ്ഞാൽ കിടപ്പുള്ള കാര്യം. ഇവര് അഭിനയം പിന്നെ എന്ന് പറഞ്ഞാല് നാടകത്തിൽ അഭിനയം എന്ന് പറഞ്ഞാൽ പറഞ്ഞ ഒരുപാട് ഭാവങ്ങളും സംഭവങ്ങളെല്ലാം ഫേസിലെല്ലാം വരുന്നത്. നമ്മള് പക്ഷേ ജീവിക്കുകയാണ് വേണ്ടത്. ശരിക്കും നേച്ചുറൽ സംഭവങ്ങളാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഇത്രയൊന്നും എക്സ്പ്രഷൻ വേണ്ട. പിന്നെ തലനാട്ടിൽ തന്നെ ചുറ്റും
അപ്പോ ഇവരോടെല്ലാം കുറെ ഡൗൺ ചെയ്ത് പക്ഷെ അത് പടത്തിന് കറക്റ്റ് ആയിരുന്നു. നമ്മളെ പടത്തിൽ നിൽക്കുന്ന സാധനം അതിലുണ്ട്, കറക്റ്റ് ആയിരുന്നു. ഇപ്പൊ അതില് രാധാകൃഷ്ണേട്ടനുണ്ടാവും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടിയിട്ടില്ല. അപ്പൊ അദ്ദേഹം കഴിഞ്ഞ ഒരുപാട് പിന്നെ കണ്ടിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരു റോള് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ടെന്ന് നടത്തി. അതേപോലെ മുരളിയേട്ടനായാലും പിന്നെ നമ്മുടെ ബ്രോക്കർ ഓരോട് പിന്നെ ഒന്ന് പറയണം, ഓർ മുന്നേ ചെയ്ത സംഭവങ്ങള് അതേ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓരോ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഓരോരോ ആൾക്കാർ ചെയ്തു. പിന്നെ നമ്മുടെ അമ്മേന്റെ കാര്യം, നമ്മളെ ഏറ്റവും കൂടുതൽ ഇതിൽ അമ്മയായിട്ട് അഭിനയിച്ച പിന്നെ ക്യാരക്ടറിനെ ആയിരുന്നു നമ്മൾ സെർച്ച് ചെയ്തത്. അപ്പൊ ലാസ്റ്റാണ് നമുക്ക് ഇവരെ കിട്ടിയത്, ആശിച്ചായിരുന്നു. അപ്പൊ ആശിച്ച് എന്ന് പറഞ്ഞാല് നമ്മൾ ഫസ്റ്റ് ഡേ പുള്ളിക്കാരി അഭിനയിക്കുന്നുണ്ടായിരുന്നു. നമ്മള് പിന്നെ ഓഡിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ നമ്മൾ ഷൂട്ട് ആശിച്ചിന്റെ ഷോട്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോ ഷൂട്ടിങ് തുടങ്ങിയത് മുതൽ നമ്മൾ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡസ്റ്റായിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ വിചാരിച്ച സാധനം കിട്ടുന്നില്ല. അഭിനയത്തിലായാലും അവർക്കും ടെൻഷനായി പോയി. നമ്മൾ വിചാരിച്ചു ഞാൻ കുറച്ച് സമയം പുറത്തു വന്നിട്ട് ഇങ്ങനെ ഡസ്റ്റായിരുന്നു. ഇത് മാറ്റണോ, ക്യാരക്ടർ മാറ്റണോ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എല്ലാവർക്കും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. പക്ഷെ അതിന്റെ പിറ്റേത് ആ ദിവസം നമ്മൾ എന്നിട്ട് ആ ഷോട്ട് എടുത്തു തീർത്തു. പിന്നെ സംഭവം ഓക്കെ ടേക്ക് നമുക്ക് കിട്ടി. പക്ഷെ കുറെ റിസ്ക് എടുത്തു. മീൻസ് നമ്മള് സ്റ്റാർട്ട് ചെയ്ത പ്രകാരം പോകേണ്ട ഷോട്ടുകൾ തീരുമോ എന്നുള്ള സംശയങ്ങൾ. എന്താ വെച്ചാൽ ഇത്രയും ടൈം എടുത്തിട്ട് ഒരു ഷോട്ട് ചെയ്യാന്ന് പറഞ്ഞാല് നമ്മുടെ ബജറ്റിൽ ഒതുങ്ങൂല. പക്ഷെ പിറ്റേ ദിവസം മുതൽ എന്ന് പറഞ്ഞാല് എന്താ പറയാ വീണ്ടും പോലെ ആയിരുന്നു. എല്ലാരും ഡയലോഗെല്ലാം പഠിക്കുന്നതിനായിട്ട് എല്ലാരും ആ ട്രാക്കിലേക്ക് വന്നു. അന്ന് വൈകുന്നേരം പിന്നെ എല്ലാം ഭയങ്കര ആശിച്ചിരുന്ന പെർഫോമൻസ് കൊണ്ട് ഞാനിങ്ങനെ നായകര മോഡല് നിൽക്കുന്ന പെർഫോം ചെയ്യാൻ അത് അടിപൊളി ചെയ്യാൻ ചെയ്യുന്നത്. ആശിച്ചിന്റെ കാര്യം പറഞ്ഞാൽ ചില സീനിലുണ്ടല്ലോ, ചില സീനിന്റെ ഒരു സീനുണ്ട് എന്റെ അടുത്തുള്ള ചുമലിൽ കൈവയ്ക്കുന്ന സീനുണ്ട്. ആ സീനിലൊക്കെ ശരിക്കും എനിക്ക് എന്റെ സ്വന്തം അമ്മയായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട് ആശിച്ചിനാണ്. പിന്നെ ഇവരെ കാസ്റ്റ് ചെയ്യുമ്പോൾ ഒരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇവരെ എനിക്ക് പിന്നെ മുരളിയേട്ടനാണ് ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഞാൻ ഫോൺ ചെയ്തു, ഞാൻ പറഞ്ഞു ജിതിന്റെ സ്റ്റുഡിയോയിലേക്ക് വന്നോ, നമുക്ക് അവിടുന്ന് ഓഡിഷൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇവര് ജിതിന്റെ സ്റ്റുഡിയോയിലേക്ക് വന്നു. അപ്പൊ ഞാൻ എത്താൻ കുറച്ച് ലേറ്റ് ആയി. അപ്പൊ ഞാൻ എന്റെ ഫോണ് ഈ സ്കൂട്ടറിന്റെ ഡിക്കിയിൽ വെച്ചിട്ട് ഞാൻ വരുന്നത്. അപ്പൊ ഞാൻ വിളിച്ച കേൾക്കൂല. പുള്ളിക്കാരി അവിടെ എത്തിയിട്ട് വിളിയോട് വിളി തന്നെ. അപ്പൊ വിളിയോട് വിളി. ഞാൻ അവിടെ എത്തി പിന്നെ ഇറങ്ങി അവിടെ എത്തിയപ്പോൾ എന്റെ മോനെ പറ്റിച്ചു ഞാൻ വിചാരിച്ചായിരുന്നു. ഒരു ആടത്തിന് പെർഫോമൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി എക്സ്ട്രീം ക്യാരക്ടർ. അത് ശരിയാണ്. അങ്ങനെ പുള്ളിക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. വേറൊരാളെ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കിട്ടൂല. ഈ പടം കൊണ്ട് അഭിനയിപ്പിക്കണ്ട്, പക്ഷെ ഇവരെ കൊണ്ട് അതിന്റെ ആവശ്യമില്ല. അതെ അതെ അതെ, നാച്ചുറൽ ആയിട്ടുള്ള തന്നെ യഥാർത്ഥ ഒരു സാധനമാണല്ലോ പടം കണ്ടാൽ മനസ്സിലാവും. പിന്നെ അതാണ് ആ കാസ്റ്റിംഗില് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മള് പകുതി പണിയോടെ കൊടുക്കും. ഇപ്പം ഇല്ലാത്തൊരു സംഭവം നമ്മളിപ്പം ഒന്നാമത് ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാളെ അമ്മ അച്ഛനാക്കിയിട്ട് മുടിയെല്ലാം നിരപ്പിച്ച അമ്മ അച്ഛൻ ആ സാധനം നമുക്ക് കിട്ടില്ല ഒരിക്കലും. നമുക്കത് വേണമെങ്കിൽ ആ വയസ്സായിട്ടുള്ള ആളെ തന്നെ നമ്മൾ അവിടെ കാശ് പലർക്കും പറ്റുന്ന ഒരു പ്രശ്നമാണ് ഇത്. അതായത് അഭിനയിക്കുന്ന പറഞ്ഞ് വരുന്ന ആൾക്കാരെ പിടിച്ചിട്ട് തലയിൽ അന്നേരം ഒരു ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യില്ല. അതുപോലെ ഇതിനകത്ത് എന്റെ അച്ഛൻ അഭിനയിച്ചിട്ടുണ്ട്. എന്റെ അച്ഛൻ അഭിനയിച്ചത് എന്റെ അച്ചാച്ചനായിട്ട് അഭിനയിച്ചത്. അപ്പൊ പുള്ളിക്കാരനെ പറഞ്ഞു, പുള്ളിക്കാരന് 85 വയസ്സായി. അപ്പൊ അങ്ങനെ ചെവിയൻ കുറച്ച് കുറവാണ്. പക്ഷെ എന്നാലും പുള്ളിക്ക് വേണ്ടി കഴിയുന്ന പോലെ അല്ലേ, പുള്ളിക്ക് കഴിയുന്ന പോലെ നന്നായിട്ട് പുള്ളി ചെറിയ റോളൊക്കെ ഉള്ളൂ. പുള്ളി അതൊക്കെ നന്നായി ചെയ്തു. ഇതിന് മുന്നേ ഷോർട്ട് ഫിലിം പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. ചെറിയ റോളാണ്, അതൊക്കെ നല്ല രസമായിട്ട് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സിനിമയും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. അഖിലന്തിയാണ് വയസ്സായി പോയി. നമുക്കൊന്ന് അച്ഛൻ റോളിനെ പുള്ളി കൊടുക്കാൻ വേണ്ടി 10 മുന്നേ അങ്ങനെ അത്രയും. അത് സ്ക്രിപ്റ്റ് കൊടുത്തപ്പോ ഇരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്താ പറയാ ഉറക്കം ഇരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നു സംഭവം. അതാണ് സപ്പോർട്ട് ചെയ്യാൻ ആള് വേണം മുന്നിലേക്ക് വരണം. നല്ല സപ്പോർട്ടാണ്. അത് എന്റെ ഭാര്യ നല്ല സപ്പോർട്ടാണ്. ഈ സിനിമ ഞാൻ പറയട്ടെ, ഞാനിപ്പം നമ്മളിപ്പോ വെഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാനും ജിതിനും വെഡിങ് വീഡിയോഗ്രാഫേഴ്സാണ്. അപ്പോ നമ്മള് ഇപ്പൊ ജിതിനൊരു സിനിമ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടാവും, അവിടെ നിന്നൊക്കെ ഇവൻ പുച്ഛാണ് സിനിമ ചെയ്യുന്നത് പറഞ്ഞപ്പോ നമ്മള് പിന്നെ അത് കാര്യമാക്കാൻ നിൽക്കല്ല. അത് പിന്നെ ഓക്കെ, കാരണം ഇത് ഔട്ട്പുട്ട് വരുന്നുള്ളത് നമുക്കറിയാം. അത് വന്നിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളതേ. അതാണ് ഇതിന്റെ ഒരു സംഗതി. അത് പുറമേ നോക്കുമ്പോ നമ്മളെ സിനിമ എന്ന് പറയുമ്പോ ആൾക്കാർക്ക് ഒരു ചെറിയ സെറ്റപ്പിൽ സിനിമ ചെറിയ ക്യാമറ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ മാക്സിമം ആൾക്കാരെ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഞാൻ പ്രിവ്യൂവിന് വിളിച്ചിരുന്നു. പക്ഷെ ആരും വന്നില്ല. കുറച്ച് രാവിലെ പ്രിവ്യൂ ആയതുകൊണ്ട് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റി.
നമ്മളതൊക്കെ ആയി കഴിഞ്ഞാൽ മാത്രമേ ആൾക്കാർ നമ്മള് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ അത് നമ്മളെ കഴിവ് നമ്മൾ തെളിയിക്കപ്പെടുന്നവരെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. തെളിയിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ കഴിവുള്ളവരാവുള്ളൂ. അത്ര വരെ ആൾക്കാർക്ക് അത് അറിയില്ല. അതുവരെ നമ്മൾ എടുക്കുന്ന എഫേർട്ടോ കാര്യങ്ങളോ ഒന്നും അവർക്ക് ചിന്തിക്കുന്നില്ല. ഒന്നും അവർക്ക് അറിയില്ല. ആൾക്കാരെ സിനിമ കാണുമ്പോ കണ്ടു അത്രേ ഉള്ളൂ. വളർന്നു വരുന്ന ആൾക്കാരെ തളർത്താനാണല്ലോ ശ്രമിക്കുന്നത്. അപ്പൊ ഇനിയും നിങ്ങൾ മുന്നോട്ട് വരിക. ഇപ്പൊ തിയേറ്ററിലേക്ക് വരുന്നുണ്ടോ ഈ സിനിമ? തിയേറ്ററിനുള്ള ചിന്ത ഇന്ന് വരെ ഇല്ലായിരുന്നു. പക്ഷെ ആ ഫസ്റ്റ് റിവ്യൂ കാണുന്നത് വരെ തിയേറ്ററിനുള്ള ഒരു ചിന്ത എന്റെ മൈൻഡിൽ ഇല്ലായിരുന്നു. 1.5 മണിക്കൂറല്ല, നമ്മൾ ആ ഒരു 1.5 മണിക്കൂറെ ചിന്തിച്ചില്ലായിരുന്നു. മീൻസ് OTT ആകുമ്പോൾ അധികം ആൾക്കാരെ ലാഗ് അടിപ്പിക്കണ്ടെന്നുള്ള. അതുകൊണ്ട് മാക്സിമം നമ്മൾ അതിന്റെ ഫസ്റ്റ് കട്ട് കഴിഞ്ഞപ്പോ 1 മണിക്കൂർ 50 മിനിറ്റോളം ഉണ്ടായിരുന്നു പടം. ഞാൻ ഷോർട്ട് ചെയ്തിപ്പോ 1 മണിക്കൂർ 20 സംതിങ്ങേ ഉള്ളൂ. അപ്പോ അത്രയും ഷോർട്ട് ചെയ്ത് ചെറിയ ചെറിയ ലാഗ് വരുന്ന സ്ഥലങ്ങളെല്ലാം കട്ട് ചെയ്ത് മീൻസ് ആൾക്കാർക്ക് ഇപ്പൊ അധികം ഇരുന്ന് കാണൂല. എന്ന് വെച്ചാൽ നമ്മള് വെറുതെ അനാവശ്യ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ മതിയാക്കി പോകും. അപ്പോ മാക്സിമം ആൾക്കാരെ ഈ പടത്തിന്റെ കണ്ടന്റിനോട് നീതി പുലർത്തുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ഷോർട്ട് ചെയ്തിട്ടായിരുന്നു വെച്ചത്. അപ്പോ പക്ഷെ ആ ഫസ്റ്റ് പ്രിവ്യൂ കണ്ടതിന് ശേഷം എനിക്ക് തിയേറ്ററിൽ റിലീസ് ആയിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇനിയിപ്പോ റിലീസ് ആണെങ്കിൽ ഒരുപാട് ബഡ്ജറ്റ് ഇനിയും ആവും. അതുകൊണ്ട് നമ്മളിപ്പോ OTTയും ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇനിയിപ്പോ ഓപ്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് തന്നെ നോക്കേണ്ടി വരും. മീൻസ് നമ്മുടെ പ്രൊഡ്യൂസർക്ക് എന്തെങ്കിലും ഒരു റിട്ടേൺ കിട്ടണമെങ്കിൽ യൂട്യൂബിലും കൊടുത്താൽ OTTയിലേക്ക് പോയി കഴിഞ്ഞാലും റവന്യൂ ഷെയറിനെല്ലാം എടുക്കുന്ന പറഞ്ഞാൽ അതിനൊന്നും റിട്ടേൺ ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പൊ അതിനേക്കാളും ബെറ്റർ നമ്മളെ പടം ആൾക്കാർ ലോ ബഡ്ജറ്റിൽ ചെയ്തിട്ട് കൂടി ആ ഒരു പുതിയ സിനിമയുടെ നിലവാരത്തിലേക്ക് ഉയർത്തുന്ന ഒരു സിനിമയാണ് ഇത്. അപ്പൊ ആൾക്കാർ കാണണമെങ്കിൽ നമുക്ക് യൂട്യൂബ് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഈവൻ തിയേറ്ററിൽ ഇട്ടാൽ പോലും ചിലപ്പോൾ അത്ര ആൾക്കാർ കാണുന്നുണ്ട്. തിയേറ്ററിന്റെ കാര്യം പറഞ്ഞു വെച്ചാൽ ഇപ്പം എന്താ പറയുക, നമ്മളെ പോലത്തെ ഒരു പുതുമുഖ ആൾക്കാര് അവിടെ തിയേറ്ററിൽ പോയി കൊണ്ടുപോയിട്ട് കഴിഞ്ഞാല് ആരും കാണുക എന്ന് മാത്രമല്ല, നമ്മളായി കഴിഞ്ഞാലും പുതിയ ആരെങ്കിലും പടം തിയേറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണാൻ വേണ്ടി ധൈര്യപ്പെടില്ല. നമ്മളും നടന്മാരൊക്കെ നോക്കി നമ്മളെ കാണുള്ളൂ. സെയിം അവസ്ഥ തന്നെയാണ്. അങ്ങനെ ആയിരുന്നില്ല, ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ തന്നെയാണ്. അത് നമ്മുടെ സമൂഹത്തിന്റെ ആ ഒരു രീതിയാണ്. ഇനിയിപ്പോ എന്തായാലും യൂട്യൂബിൽ മാക്സിമം ആൾക്കാരെ കാണുക, എന്നിട്ട് ഇതിനൊക്കെ അടിപൊളി ഇത് കണ്ടിട്ട് ഇനി ആൾക്കാര് ശോഭയാവല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ എന്താ പറയാ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോ കർണാടകനായാലും കർണാടക വർക്ക് ചെയ്തോണ്ടിരുന്നതിന് മുന്നേ ജോബ് ഇതിന് മുന്നേ ചെയ്ത ജോബ് എനിമേഷനിൽ വർക്ക് ചെയ്തായിരുന്നു. അത്യാവശ്യം വലിയ സാലറി കിട്ടുന്ന പുള്ളിക്കാരനാണ്. ഞാനും ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അക്കൗണ്ടന്റ് ആയാലും അങ്ങനെ ഒരുപാട് വലിയ സാലറിയുള്ള ജോലിയൊക്കെ കിട്ടിയിട്ട് നൈസായിട്ട് ഒഴിവാക്കിയിട്ടായപ്പോ ഇതും പറഞ്ഞ് നടക്കുന്നത്, ക്യാമറ സിനിമ തന്നെ പറഞ്ഞ് നടക്കുന്നത്. ഇതിന് റിട്ടേൺ ഒന്നും ഇല്ല, പക്ഷെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. തന്റെ കൂടെ തന്റെ അസിസ്റ്റന്റ് ഉണ്ട് അബി. അബി പറഞ്ഞ അത് അബിയൊക്കെ ഇഷ്ടം കൊണ്ട് വെച്ചാല് അബിയൊക്കെ വെച്ചാല് നന്നായി കഷ്ടപ്പെട്ടില്ലേ എല്ലാരും. ഞാൻ എഞ്ചിനീയർ പറഞ്ഞ പോലെ സിനിമ പലരുടെയും സ്വപ്നമാണ്. അതുപോലെ ഒരുപാട് പേര് പിന്നെ സാക്രിഫൈസ് ചെയ്തതിലേക്ക് വരുന്നുണ്ട് ഒരു ലക്ഷ്യം വെച്ചിട്ട്. കണ്ണാടിപ്പറമ്പിലെ കല്യാണാലോചന എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതായിട്ട് അതിലെ അഭിനേതാക്കളാണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? കണ്ണാടിപ്പറമ്പിലെ കല്യാണാലോചന വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പേര്. എങ്ങനെയാണ് ആ ഒരു പേരിലേക്ക് എത്തിയത്? കണ്ണാടിപ്പറമ്പിലെ കല്യാണാലോചന എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ നാടാണ് കണ്ണാടിപ്പറമ്പ്. അപ്പോൾ അവിടുന്ന് എന്താ പറയാ, അവിടുന്നാണ് ഞാനും നമ്മുടെ പടത്തിന്റെ ഡയറക്ടർ ജിതിനും കൂടി ഈ പടത്തിനെ പറ്റി പ്ലാൻ ചെയ്യുന്നത്. പേരിന്റെ കാര്യത്തിൽ ഏത് പേരെന്ന ഒരു കൺഫ്യൂഷൻ വന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മുടെ നാട്ടിൽ നടക്കുന്ന കഥയാണ്, അപ്പോൾ നാടുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേരിടാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കണ്ണാടിപ്പറമ്പ് എന്ന പേര് വന്നത്, കണ്ണാടിപ്പറമ്പിലെ കല്യാണാലോചന. ഷൂട്ടിങ്ങും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ നാട്ടിൽ തന്നെയായിരുന്നു. ശശിയേട്ടൻ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രം ചെയ്യുന്നു അല്ലേ? നാടക നടനാണ്. അതെ, ഓക്കെ. അപ്പൊ നാടകത്തിലെ അവതരണ ശൈലിയിൽ നിന്ന് എങ്ങനെയാണ് സിനിമയിലെ അവതരണ ശൈലി വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? നാടകത്തില് ഒരു അമിതാഭിനയുണ്ട്, സിനിമയിൽ അങ്ങനെയല്ല. സിനിമയില് നാച്ചുറൽ ആയിട്ടുള്ള മുരളിയേട്ടൻ സിനിമയിലുടനീളം വളരെ രസിപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഇങ്ങനെ ഒരു റോള് തന്നപ്പോ അതിന്റെ റിയാക്ഷൻ എന്തായിരുന്നു? റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ സാധാരണ ഷൂട്ടിംഗ് സമയത്തുള്ളൊരു
സന്തോഷം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റു സിനിമകൾക്കൊന്നും ഇല്ലാതെ ചിലപ്പോൾ എനിക്ക് തോന്നുന്ന മറ്റു സിനിമകൾക്കൊന്നും കിട്ടാതെ പല അഭിനേതാക്കളും പറയാറുണ്ട് അവരുടെ സിനിമയിലെ സമയത്ത് ഡയറക്ടറെ ഭാഗത്തുള്ള പിന്നെ ഒരു കലപ്പൻ വാല അങ്ങനെ ഒരു മാത്രമല്ല പിന്നെ ഒരു ഷാർപ്പ് സംസാരിക്കുന്ന രീതിയിലൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊക്കെയാണ് അവരോട് പേടിച്ചിട്ട്. അപ്പൊ നമുക്കിത് അതിന്റെ അനുഭവം അങ്ങനെ വന്നിട്ടേ ഇല്ല. അതെന്ന് വെച്ചാൽ നമ്മളൊരു ഫ്രണ്ട്ലി ആയിട്ടാണ് ഇതിന് മൊത്തം പോയത്. ഒരു കുടുംബം പോലെ എല്ലാവരും അഭിനയിക്കുന്നവരും പിന്നെ ഡയറക്ടറായാലും പിന്നെ പ്രൊഡ്യൂസറായാലും അപ്പൊ എല്ലാവരും പിന്നെ ഒരു കുടുംബം ആയിട്ടാണ്. അപ്പൊ വളരെ ഹാപ്പി ആയിട്ട്. അപ്പൊ ഈ അഭിനയാണോ നടക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞിട്ടേ ഇല്ല. ഇത് കഴിഞ്ഞിട്ടായാലും ഡാൻസും പാട്ടും ആ ഗ്യാപ്പിൽ ഡയറക്ടറും ക്യാമറമാനുമായാലും എല്ലാവരായാലും വളരെ പിന്നെ ഡാൻസിലായാലും പാട്ടിലായാലും ഒരുമിച്ച് അങ്ങനെ. അതുകൊണ്ട് നമ്മൾ ഒരു പിന്നെ വളരെ ജോലിയിൽ അഭിനയിച്ചുകൊണ്ട് അത്രയും ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മൾ സിനിമ കാണാൻ ഇരിക്കുന്നതായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് എല്ലാവരും വളരെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റിയാണ്. അപ്പൊ അത് ഈ സിനിമയിൽ എന്തായാലും നമുക്ക് കാണാൻ വേണ്ടി പോയി. സിജു ഏട്ടൻ, താങ്കൾ നല്ലൊരു നടൻ മാത്രല്ല നല്ലൊരു റൈറ്റർ കൂടിയാണ് കേട്ടല്ലോ. ഇതിന്റെ സിനിമയുടെ കഥ താങ്കളാണല്ലേ എഴുതിയത്. അപ്പോ ഈ ഒരു പ്രസന്റ് ടൈമിൽ പലരുടെയും ജീവിതവുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഈ ഒരു സിനിമയെ വ്യാഖ്യാനിക്കാൻ വേണ്ടി പറ്റും. അപ്പോ അത് യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയാണോ അതോ സ്വന്തം ഭാവനയിൽ ഉരുത്തിരുന്നതാണോ ഈ ഒരു സിനിമ? ആദ്യം പറയാം, ഞാൻ അത്ര വലിയൊരു നടനോ അല്ലെങ്കിൽ വലിയ റൈറ്ററോ ഒന്നല്ല. ഞാൻ പുതിയ ആളാണ്. ജസ്റ്റ് എന്താ പറയാ പിച്ച് വെച്ച് വരുന്നേ ഉള്ളൂ, കാര്യങ്ങൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോ പിന്നെ ജീവിത കഥ എന്ന് വെച്ച് കഴിഞ്ഞാല് ഏറെക്കുറെ ഞാൻ കണ്ട കുറച്ച് ആൾക്കാരെ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ വിനോദ് എന്ന് പറഞ്ഞ ക്യാരക്ടർ കുറച്ച് ഞാൻ ജീവിതത്തിൽ കണ്ട ചില ആൾക്കാരുടെ മാനസികങ്ങളും പിന്നെ ബാക്കി കുറച്ച് ഞാൻ ഉണ്ടാക്കിയെടുത്തു പോകും. അങ്ങനെയുള്ള കഥാപാത്രമാണ് വിനോദ്. പിന്നെ കഥയും അങ്ങനെ തന്നെ. ഇപ്പം നമ്മുടെ കണ്ണൂരിലും എല്ലായിടത്തും കേരളത്തിൽ എല്ലായിടത്തും നടന്നു വരുന്നൊരു കാര്യമാണ് ഈ പെണ്ണ് കിട്ടുന്നില്ല, അതായത് ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്നൊരു സംഭവം. അപ്പൊ അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഒരു ചെറുപ്പക്കാരൻ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ എനിക്ക് കുറച്ച് സന്തോഷമുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അമ്മ കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോ പറയൂ, എന്തൊക്കെയാണ് ഈ സിനിമയെ കുറിച്ച് അഭിനയിക്കുമ്പോഴുള്ള എക്സ്പീരിയൻസ്? ആദ്യമായിട്ടാണ് ഒരു ഫിലിം എന്നുള്ള നിലയില് എനിക്കൊരു ചെറിയ റോള് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. അപ്പൊ ആരും ഒരു പരിചയമില്ലാതെ ടീമായിരുന്നു. ആദ്യം ഒരു വലിയ പേടിയായിരുന്നു വരുമ്പോ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ബിഗ് സ്ക്രീനിൽ നമ്മളെ കാണുന്ന പോലെ ആണോ, എങ്ങനെയാണ് ഇത് അഭിനയിക്കുക, അങ്ങനെ ഒരു ഇതുമില്ല. ഷോർട്ട് ഫിലിമെല്ലാം ചെയ്തു എന്നല്ലാതെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ വന്നപ്പോ എനിക്ക് മുരളിയേട്ടൻ പറഞ്ഞ പോലെ നല്ലൊരു എന്താ നമ്മുടെ ഒരു കുടുംബം പോലെയായിരുന്നു. ആ ഒരു ഫാമിലി തന്നെ ശരിക്ക് ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ആണെന്ന് എനിക്കൊരു തോന്നലേ ഉണ്ടായില്ല. സത്യം പറഞ്ഞ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശശിയേട്ടന്റെ ഫാമിലി അച്ഛനും ഫാമിലി മൊത്തം നല്ല സപ്പോർട്ടായിരുന്നു. അച്ഛനാവട്ടെ, സിജോന്റെ അച്ഛൻ അത്രയും പ്രായത്തിലും കൂടി നമ്മളെ ഒരു ഒരു പ്രത്യേക ഒരു അഭിനന്ദനമുണ്ട്. സിനിമയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞല്ലോ, അപ്പോ എന്തായിരുന്നു ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോ ഉള്ള ആ ഒരു എക്സൈറ്റ്മെന്റ്? അത് പറയാതിരിക്കുന്നതാണ് നല്ലത്. ശരി, സത്യത്തിൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ അതിനകത്ത് അഭിനയിച്ചതുകൊണ്ട് പറയുന്നില്ല. പിന്നെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു എന്താ പറയണ്ടേ എന്നുള്ളൊരു വാക്ക് കിട്ടാത്ത മാതിരിയായിരുന്നു അന്നത്തെ അവസ്ഥ. അതിനകത്ത് പിന്നെ നായകന്റെ അച്ഛനായിട്ടാണ് അഭിനയിച്ചത്. നല്ലൊരു കഥ, ശരിക്കും ഒരു പുതുമ ആണ് ആ കഥേനെ കൊണ്ട് പറഞ്ഞാൽ ഒരു പുതുമയുള്ളത് കഥയാണ്. ആരായാലും അത് കാണണം, കണ്ടു കഴിഞ്ഞാൽ പറയാൻ പറ്റും അതിന്റെ ഒരു. എല്ലാവർക്കും തുല്യമായിട്ടുള്ള റോള് ആണ് നൽകിയിട്ടുള്ളത് അല്ലേ സിനിമയില്. അപ്പോ സിനിമയില് ചെയ്യുമ്പോ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? പ്രയാസങ്ങൾ ഇപ്പം ഏത് സിനിമ വെച്ചാലും അത് ബുദ്ധിമുട്ടല്ല, പെട്ടെന്ന് സിനിമ നടക്കുന്നില്ല. സിനിമക്ക് ബുദ്ധിമുട്ടുണ്ട്, അത് കുറച്ച് നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ സിനിമ നടക്കുള്ളൂ. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ അനുഭവപ്പെടുന്നത്. അതല്ലാതെ വേറെ ഇങ്ങനെ തിയേറ്ററിന്റെ സൈഡിൽ നിന്നും ആൾക്കാർ അങ്ങനത്തെ കുഴപ്പമില്ല, എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ബിഗ് സ്ക്രീന് വരുന്നതിന് മുമ്പേ കമ്പ്യൂട്ടറിൽ കണ്ടിട്ടായിരുന്നു അത് വർക്ക് ചെയ്യുന്ന സമയത്ത്. പക്ഷെ ബിഗ് സ്ക്രീനിന്റെ ഒരു എക്സ്പീരിയൻസ് അത് വേറെ തന്നെയായിരുന്നു. അത് ഒരു നന്നായി ആസ്വദിച്ചു. മുരളിയേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യമായിട്ട് നമ്മളിങ്ങനെ ബിഗ് സ്ക്രീനിൽ കാണുകയാണ്. അപ്പോ പിന്നെ ഞാനത് ഷൂട്ടിങ്ങില് സമയത്ത് ഞാൻ ആസ്വദിച്ചിട്ടാണ് ചെയ്തത്. അപ്പൊ എല്ലാവരും നല്ല പിന്നെ ഒരു കമ്പനി ആയിരുന്നു. കാണുമ്പോ എനിക്കൊരു ഇതുണ്ട്, എങ്ങനെയായിരിക്കും ഇതിൽ ഉണ്ടായിരുന്നു. അതിന്
അപ്പോൾ സിനിമ കണ്ടപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം വെച്ചാല് എനിക്ക് മോശമില്ലാത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. നല്ല അഭിപ്രായം പൊതുവെ വന്നത്. ഈ നാട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു പ്രയാസങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ നാട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ എന്തായാലും ചെറിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഷൂട്ട് ചെയ്യുന്ന സെറ്റ് ഇട്ടിട്ടല്ല. കാരണം അത്ര വലിയ ബഡ്ജറ്റ് ഒന്നല്ല നമ്മളെ പടം. അപ്പോ ഇപ്പൊ ഈ ഷൂട്ട് ചെയ്ത ബിൽഡിങ് നമ്മുടെ സ്വന്തം ബിൽഡിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ ഉള്ള ഒരു ബേക്കറിക്കാരൻ അവരെ ഷോപ്പ് നമുക്ക് തൽക്കാലത്തേക്ക് ഷൂട്ട് ചെയ്യാൻ തരുമായിരുന്നു. അപ്പോ ആ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അവർ കസ്റ്റമർക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോ ആ സമയത്ത് നമ്മൾ ഷൂട്ടിംഗ് നിർത്തി വെക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ ആ സമയത്ത് കുറച്ച് കഷ്ടപ്പെട്ടിരുന്നത്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ബേക്കറിയും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത്. പിന്നെ വീടിന്റെ കാര്യം പറയാൻ വെച്ചാൽ വീട് എന്റെ സ്വന്തം വീടാണ്. അതിനടുത്ത് മറ്റൊരു വീടുണ്ട്, രണ്ട് നമ്മളെ വീടാണ്. അപ്പൊ വീട് കുറച്ചും കൂടി കംഫർട്ട് ആയിരുന്നു നമുക്ക്. അവിടെ വേറെ ആൾക്കാർ ബുദ്ധിമുട്ടോ അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ബേക്കറി കുറച്ചൊരു ബുദ്ധിമുട്ടി, കുഴപ്പമൊന്നുമില്ല. അതിന്റെ പാട്ടും നല്ല 2-3 പാട്ട്. അപ്പൊ ഒരു പാട്ട് നമ്മളിപ്പോ റിലീസ് ആയപ്പോഴെ തന്നെ യൂട്യൂബിൽ ഇട്ടപ്പോഴെ തന്നെ ഭയങ്കര അഭിപ്രായം. ഈ നമ്മളെ തന്നെ ഒരുപാട് ഷോട്ടിങ്ങിന് എടുക്കുമ്പോഴേ ഞാൻ ഒരു പേടി ഇത്രയും കൂടുതൽ ഷോട്ട് എടുക്കുന്നപ്പോ തോന്നി. അപ്പൊ അതൊക്കെ ആ പാട്ടിൽ തന്നെ ഒരു കല്യാണത്തിന്റെ ആ സിനിമയിൽ ഒരുപാട് ഭാഗം ആ പാട്ടിനെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി പറ്റിയിരുന്നു. നമ്മള് പിന്നെ പല സ്ഥലത്ത് നമ്മളിപ്പം ഇവ പറഞ്ഞ പോലെ പിന്നെ കല്യാണത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, വെച്ചാല് ജോലി ഉള്ള ആൾക്കാർക്ക് കിട്ടൂലെന്നുള്ളത്. അപ്പൊ അതൊക്കെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി പറ്റിയതാണ്. ശരിക്കും നമ്മുടെ നാട്ടിൽ ഇന്ന് സർവ്വസാധാരണമായിട്ട് നടന്നു വരുന്ന ഒരു സംഭവം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഒരുപാട് നമ്മളെല്ലാം സ്വാർത്ഥരാണ്. നമുക്കെല്ലാം നല്ലൊരു പിന്നെ നമ്മുടെ കുട്ടിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം, ഒരു പിന്നെ അങ്ങനെയുള്ളൊരു ചിന്താഗതിക്കാരാണ് നമ്മൾ. അത് അത്തരത്തിലേക്കുള്ള ഒരു സമൂഹമാണ് നമ്മളത് എന്ന് കാണിച്ചു കൊടുക്കുന്നത്. അതുമാത്രമല്ല സാധാരണക്കാരനും പെണ്ണ് കിട്ടണം. എല്ലാം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തന്നെ വേണം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ പലപ്പോഴായി മാറി പോകുന്നുണ്ട്. അതിൻ്റെ അകത്തൊരു മാറ്റം വേണം. അതാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. ഒരു വലിയ മെസ്സേജ് തന്നെ സിനിമ നൽകുന്നുണ്ട്. എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിപ്പെട്ടത്? സിനിമയിലേക്ക് 1-2 ഷോർട്ട് ഫിലിംസ് എല്ലാം ചെയ്ത്, അപ്പൊ അങ്ങനെ അത് കണ്ട് അവരങ്ങനെ വിളിച്ചു, അങ്ങനെ വന്നത്. നീ ഭാവിയില് ഒരു നല്ല ക്യാരക്ടർ ചെയ്യാൻ കിട്ടിയ എന്തായാലും ചെയ്യും. പക്ഷെ എനിക്ക് കംഫർട്ട്, അതായത് എന്നിൽ ഒതുങ്ങുന്ന ക്യാരക്ടർ കിട്ടിയാൽ മാത്രമേ ചെയ്യുള്ളൂ. എനിക്ക് ഓക്കെയാണ് എന്നുള്ള ക്യാരക്ടർ കിട്ടിയാൽ ചെയ്യും. മുരളിയേട്ടന്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? ഇനി ഒരു സിനിമ ചെയ്യാൻ കിട്ടി കഴിഞ്ഞാൽ എന്തായാലും ചെയ്യോ? ചെയ്യോ? അതല്ല ഞാൻ പറഞ്ഞത്, ക്യാരക്ടർ എങ്ങനെയാണ്? നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് കിട്ടിയെങ്കിൽ ചെയ്യോ? എന്തായാലും ചെയ്യും. തീർച്ചയായും ചെയ്യും. പിന്നെ മുരളിയേട്ടൻ കാസ്റ്റിംഗ് കാരണം എന്താ വെച്ചാല്, മുരളിയേട്ടൻ ഞാനും മുന്നേ ഒരു ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട്. ഈടെ ദുനിയാവിലെ ഒരു ദിവസം ഒരുമിച്ച് നമ്മള് ഇപ്പൊ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. അപ്പൊ അതെന്ന് വെച്ചാൽ ഒരാൾ ക്വാറന്റൈനിൽ കിടക്കുന്ന ഒരു കൊറോണ സമയത്തുള്ള ഒരു പടം. ക്വാറന്റൈനിൽ കിടക്കുന്ന അയാൾ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പടം. അതിൻ്റെ അകത്ത് എന്റെ കൂടെ ക്വാറന്റൈനിൽ നിൽക്കുന്ന ഒരാളായിട്ടാണ് മുരളിയേട്ടൻ വരുന്നത്. അപ്പോ അതിനുശേഷം മുരളിയേട്ടൻ വേറെ ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തും മുരളിയേട്ടൻ ഒരു ബ്രോക്കറായിട്ട്, ഓർമ്മയുണ്ടാ? ഒരു ബ്രോക്കറായിട്ടാണ്. അപ്പോ ആ ബ്രോക്കർ കണ്ടവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഫണ്ണിയൊരു ബ്രോക്കറായിരുന്നു. അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോ അത് കണ്ടപ്പോഴേക്ക് തോന്നിയത് ഇയാൾക്ക് ഇങ്ങനൊരു സംഭവം അടിപൊളിയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പിടിച്ചത്. അതുപോലെ എനിക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ എന്താ പറയാ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ക്യാരക്ടർ ചിലപ്പോൾ കൂടിയില്ല. നമ്മളെ രാധാകൃഷ്ണൻ, അതിനകത്ത് ബാബു എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. അപ്പോ ഈ പുള്ളിനെന്ന് വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹത്തിന്റെ ഷോർട്ട് ഫിലിംസ് കാണാറുണ്ട് ഞാൻ. പിന്നെ പുള്ളിനെ കാണുന്നതിനേക്കാൾ മുന്നേ ഇയാൾ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോ പിന്നെ ഇതിനകത്ത് ഇയാളെ മുന്നേ അഭിനയിച്ചൊരു ഷോർട്ട് ഫിലിമിൽ കൂടുതൽ ഞാൻ കിട്ടിക്കൊണ്ടിരുന്നത് വില്ലൻ റോളാണ്. പക്ഷെ ഇയാള് ലാസ്റ്റ് അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിമിൽ ഇയാള് ചെറുതായിട്ടൊരു എന്താ പറയുക ഫണ്ണി ക്യാരക്ടർ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമയിലേക്ക് ഇയാളെ കാസ്റ്റ് ചെയ്യാനുള്ള കാരണം. അപ്പൊ ഞാൻ ഇയാൾ എന്തായാലും ഈ ക്യാരക്ടർ എന്തായാലും ഇയാൾ തന്നെ ചെയ്യാൻ നിർബന്ധം പിടിച്ച് ഞാൻ ചെയ്യിപ്പിച്ചതാണ്. സിനിമ കണ്ടവർക്കത് മനസ്സിലാവും. അത് അദ്ദേഹത്തിന് വെച്ചാല് രാധാകൃഷ്ണന് മാത്രമേ ചെയ്യാൻ പറ്റൂ. അത്രയും ഗംഭീരമായിട്ട് അയാൾ ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടർ. ഈ സിനിമയില് മുന്നേ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ പുതുമുഖങ്ങളെ കൂടാതെ? ഉണ്ട്. ശിവാസൻ മട്ടന്നൂർ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ജോത്സ്യനായിട്ട് ഈ പടത്തിനകത്തുണ്ട്. ചിത്രീനകത്തുണ്ട്. ഇവരുള്ളത് മെയിൻ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ. എന്റെ സുഹൃത്തായിട്ട് അഭിനയിക്കുന്ന ഒരു ശ്രീലേഷ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അവൻ വെച്ചാൽ ചെറിയ ചെറിയ കുറെ റോളുകൾ അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടിന്റെ ഒരുപാട് പടങ്ങളിലൊക്കെ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. അതെ, ഇതില് ശ്രീലേഷ്, ബഷീർ, ഇവരൊക്കെ കുറെ പിന്നെ ആളുകളുണ്ട്. അവരെല്ലാം എടുത്ത കഥാപാത്രങ്ങൾ
അത്രയും നല്ല ഫിറ്റായ കഥാപാത്രം. വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പടത്തില് കൂടുതൽ നാടകത്തിന് വന്ന ആൾക്കാരാണ്. ഈ നാടകത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് നാടകം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അഭിനയത്തിന്റെ എക്സ്ട്രീം ലെവലാണെന്ന് അറിയില്ലേ. അപ്പൊ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ എടുത്ത് തെറ്റി വേണം കട്ട് ചെയ്യാൻ മാറ്റി ചെയ്യാൻ അങ്ങനെ ചെയ്യാം. പക്ഷെ നാടകം അങ്ങനെയല്ല. നാടകം ആ സ്റ്റേജിൽ നിന്ന് നമ്മള് സ്ട്രക്ചറിൽ ഇപ്പം 1 മണിക്കൂർ തെറ്റാതെ നമ്മൾ ഡയലോഗ് പറഞ്ഞു. അപ്പൊ അതൊരു വലിയ ചലഞ്ചാ, വലിയ കഴിവാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് കിട്ടിയതുകൊണ്ട് നമുക്കൊരു ഇപ്പം നമ്മളെ ശശിയാട്ടൊക്കെ നാടകാർട്ടിസ്റ്റാണ്, മുരളിയേട്ടനത് നാടകാർട്ടിസ്റ്റാണ്. അപ്പൊ അതിന്റേതായ ഗുണങ്ങള് അഭിനയത്തിലുണ്ട്. പിന്നെ നെഗറ്റീവായിട്ടുള്ള കമന്റ് ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ? നെഗറ്റീവായിട്ടുള്ളത് ഇല്ല. റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും വരും. സ്വാഭാവികമാണ്. ഇപ്പൊ നാട്ടിൽ നമ്മൾ പടം 2 കൊല്ലം മുന്നേ ഷൂട്ടിംഗ് കഴിഞ്ഞു. ഇപ്പോഴാണ് നമ്മൾ പോസ്റ്റർ ഇറക്കിയത്. മീൻസ് പടം റെഡിയായി ഫുള്ള് റെഡിയായി കഴിഞ്ഞിട്ട് നമ്മള് ഈ ഒരു സിനിമയാണ്, ഏത് നിമിഷമാണെങ്കിൽ ഇത് സ്റ്റോപ്പായി പോവാം. ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഞാൻ കംപ്ലീറ്റ് ഇത് കാര്യങ്ങളെല്ലാം ഞാൻ എല്ലാം ചെയ്തോളാന്ന് പറഞ്ഞ് നിന്നാലും ചിലപ്പോ ഇത് മുടങ്ങിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. മീൻസ് അത്രയും ദിവസങ്ങൾ ഷൂട്ട്, ആരെങ്കിലും ഒരാള് ഇതില് പ്രൊഡക്റ്റാക്കിയാൽ മതി. സാധനം ഇപ്പൊ മെയിൻ ആയിട്ട് വന്ന ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റോ ക്യാരക്ടറോ ഇതില് നമ്മളുമായിട്ട് ഉടക്കായി കഴിഞ്ഞാൽ പടം ഫുള്ളാണ് നിന്നു പോയി എന്തെങ്കിലും ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെ നമ്മള് പടം തീരുന്നത് ഒരാളെ നമ്മൾ വെറുപ്പിക്കാണ് മാക്സിമം. ഈ അഭിനേതാക്കളെ നമ്മള് അത്രയും ഇതായിട്ട് കെയർ ചെയ്യണം. ഇവരെ മൈൻഡ് പോയി കഴിഞ്ഞാൽ നമ്മള് ഷൂട്ടിന് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടൂല. ഇവരെ മൈൻഡിട്ടുണ്ട് പറയാണെങ്കിൽ. അപ്പൊ അവരെല്ലാരും ഫ്രീ ആയിരിക്കണം. അപ്പൊ അങ്ങനെ നമ്മള് എന്താ പറയാ, ഒരു കുട്ടീനെ നോക്കുമ്പോൾ റെഡി ചെയ്ത് എടുത്ത് പടം ഫുള്ള് തീർത്തു. എഡിറ്റിങ്ങും കഴിഞ്ഞു. നമ്മള് BGM മിക്സിങ്ങിന്റെ ടൈമാണ് നമ്മൾ കുറെ ലാഗ് അടിച്ചത്. പുള്ളിക്കാരൻ കുറച്ച് തിരക്കായിട്ട് വന്നിട്ട് 6-7 മാസം മിക്സിങഗ് ചെയ്തത് ഓൾറെഡി മലയാള സിനിമ കുറെ സിനിമ ചെയ്തൊരു. എത്ര ദിവസം കൊണ്ടാണ് ഈ ഒരു സിനിമ പൂർത്തീകരിച്ചത്? സിനിമ ഏകദേശം ഒരു മാസത്തിലധികം എടുത്തായിരുന്നു. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഒരു ഷെഡ്യൂൾ ബ്രേക്ക് വന്നായിരുന്നു. പിന്നെ ഈ അതിനടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ടെൻഷന്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മൾ പടം ചെയ്യുമ്പോ ഉള്ള ടെൻഷനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടായ ടൈം എന്താ വെച്ചാല്, ഈ പടം തിയേറ്ററിൽ നമ്മളൊരു പ്രിവ്യൂ ഷോ ഇട്ടായിരുന്നു. അതിന്റെ തലേ ദിവസം ശരിക്കും തുറക്കാൻ പറ്റില്ല. അന്നായിരുന്നു ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടായത്. കാരണം എന്താ വെച്ചാൽ ഇതെല്ലാം നമ്മൾ ചെയ്തു, പക്ഷെ നാളത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ആൾക്കാരെ വിളിച്ച്, ഇത് പുറത്തുള്ള ആൾക്കാരുണ്ടായിരുന്നു, ഇവര് വന്ന് തിയേറ്ററിലിരിക്കും, എന്നിട്ട് ഇവരെല്ലാം കാണും. ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇവരെല്ലാം ഫേസ് എക്സ്പ്രഷൻ നോക്കിയാൽ അവർ പറയില്ലേക്കും, പക്ഷെ നമ്മൾ ഫേസ് എക്സ്പ്രഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലായി ഈ സാധനം ഓക്കെ ആണോ ഇത് അല്ലയോന്ന്. അപ്പൊ അങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇതിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നെങ്കിൽ നമ്മള് എന്താ പറയാ ഭയങ്കര ഡെസ്കോ ചെറിയ സ്ക്രീനിലാണ് നമ്മൾ എഡിറ്റ് ചെയ്തത്. അപ്പൊ എഡിറ്റ് ചെയ്ത് ഫൈനൽ ഔട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ബിഗ് സ്ക്രീനിൽ നമ്മൾ കണ്ടപ്പോ സംഭവം ശരിക്കും അത് ബിഗ് സ്ക്രീനിൽ കാണുന്ന വേറെ തന്നെ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഈ പടം അതായത് ഓൺലൈൻ, അതായത് തിയേറ്റർ റിലീസ് എന്നുള്ള സംഭവം നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. പക്ഷെ ഇത് തിയേറ്ററിൽ കണ്ടപ്പോ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ പടം തിയേറ്ററിൽ കാണുന്ന എക്സ്പീരിയൻസ് ചെറിയ സ്ക്രീനിൽ ചിലപ്പോ കിട്ടൂല. തിയേറ്ററിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എല്ലാവരും ഓരോ ആൾക്കാരും കാണുന്നു, അവരെ കാണുന്ന ആൾക്കാരായിരുന്നു ഞാൻ നോക്കിയത് തിയേറ്ററിൽ. അപ്പൊ ഇവര് ചിരിക്കുന്നുണ്ട്, അതേപോലെ അവരെ കണ്ണൂരിന്റെ ഒരുപാട് സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പൊ സ്ഥലങ്ങൾ കാണിക്കുമ്പോൾ കൈയടിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഇവരെ എല്ലാം എന്താ പറയാ എല്ലാരും ഫേസിൽ ഒരു ഭയങ്കര സംഭവമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ സിജനായിട്ട് പറഞ്ഞു, സിജനാന്റെ വൈഫെല്ലാം കരഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ കരയാൻ മാത്രം ഇതിൽ അങ്ങനെ വലിയ സംഭവം ഒന്നും, പക്ഷെ അവർക്ക് ചിലപ്പോൾ കണക്ട് ആയിട്ടുണ്ടാവും. ആ ഒരു ഏരിയ ചിലപ്പോൾ ചില ആൾക്കാർക്ക് കണക്ട് ആവുമല്ലോ, അങ്ങനെ കണക്ട് ആയിട്ടുണ്ടാവും ചിലപ്പോ. അപ്പൊ ഇമോഷണലി അതെ അത് എഫേർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഭയങ്കര സംഭവം പറയാന്ന് വെച്ചാൽ, നമ്മൾ ക്ലൈമാക്സ് സീനിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഈ സീൻ എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സ് ആയിരുന്നു. അതായത് നായകൻ കരയുന്ന ഒരു ഷോട്ട് ഉണ്ട്. നായകൻ കരയെന്ന് പറഞ്ഞാല് നമുക്കറിയാലോ, തിയേറ്ററിലെല്ലാം ഇപ്പോ ഒരു നായകൻ തന്നെ കരയുമ്പോ ചില ആൾക്കാർ ക്യാച്ച്. അപ്പൊ നായകൻ കരയുന്ന സീൻ എന്ന് പറഞ്ഞാല് എന്താ സംഭവിക്കുന്ന അറിയില്ല. മീൻസ് കയ്യിൽ നിന്ന് പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യത. പക്ഷെ എനിക്ക് തോന്നുന്നു ആ നായകൻ കരയുന്ന സമയത്തെല്ലാം തിയേറ്റർ ഭയങ്കര സൈലന്റ് ആയിരുന്നു. എല്ലാരും എന്താ പറയാ അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ആ ടൈം. അത് സിജനാട്ടൻ അതില് ഏറ്റവും എഫേർട്ട് എടുത്തത് പറഞ്ഞാൽ ആ കരയുന്ന സീനിൽ ചങ്ങായി ടൈഗർ ബാബ ഞാൻ പറഞ്ഞു ജസ്റ്റ് അഭിനയിക്കുന്ന ടൈഗർ ബാബ മീൻ നമ്മുടെ നാട്ടിൽ കുറെ ആൾ അഭിനയപ്രാന്ത് വർക്ക് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരാളല്ല സിനാട്ടൻ. സിനാട്ടൻ എന്ന് പറഞ്ഞാൽ ഓർക്ക് കഴിവും കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ഒന്നാമത് ഞാൻ ഇതിൽ നിന്നത് തന്നെ. സിനാട്ടൻ എന്ന് പറഞ്ഞാൽ അഭിനയത്തിന് വേണ്ടി ഏത് അറ്റം വരെയും പോകാൻ വേണ്ടി റെഡിയായ ഒരാളാണ്. അതാ പറഞ്ഞ ടൈഗർ ബാബയുടെ അടുത്ത് കണ്ടിട്ട് കണ്ണല്ല ഒറിജിനൽ ആ ഒരു ഒറിജിനാലിറ്റി കിട്ടി, ആ ഒരു ഇടുങ്ങിയ ആ ഒരു എന്താ പറയാ, അത് ആക്ടേഴ്സിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ ഏറ്റവും വലിയ ഒരു സംഭവം സിനാട്ടന്റെ അടുത്ത് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്.
ഇതിനു മുന്നേ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇതിനു മുന്നേ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഇട ദുനിയാവിലെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ഹിറ്റായി. യൂട്യൂബിൽ ഇപ്പോൾ ഉണ്ട്. അത് നന്നായിട്ട് ഹിറ്റായി ഓടുന്ന ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു. രണ്ടാമതാണ് ഇത് ചെയ്തത്. ജിതിനേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടായിട്ടുള്ളത് ഏത് സമയത്തായിരുന്നു? പ്രയാസം ഉണ്ടായിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാല് സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ക്ലൈമാക്സ് ഒക്കെ കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു. അതൊക്കെ കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു. എല്ലാ സീനും ഉണ്ട്, കുറച്ച് റിസ്ക് എല്ലാ സീനിലും ഉണ്ട്. അതെ, നമ്മൾ തരണം ചെയ്യുന്നുള്ള കാര്യം. അതാണല്ലോ ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. തീർച്ചയായും. പിന്നെ ഇതില് പറയാൻ വിട്ടുപോയ കുറച്ച് ആൾക്കാർ കൂടി ഉണ്ട്. അവരെ കൂടി ഇതില് എന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത ആൾക്കാർ, അത് എല്ലാം പുതിയ ആൾക്കാരായിരുന്നു. പിന്നെ നമ്മുടെ BGM ചെയ്ത നിതിൻ എന്ന് പറഞ്ഞ എറണാകുളത്തുള്ള ഒരു പേര്, പുള്ളിക്കാരൻ ഇതില് ഭയങ്കരമായിട്ട് അങ്ങനെ രണ്ടുപേരും മാറ്റി മൂന്നാമതാണ് നമ്മൾ ഇതിന്റെ അടുത്ത് എത്തുന്നത്. അപ്പൊ ഇതിന്റെ അടുത്ത് എത്തുമ്പോൾ തന്നെ ആദ്യം തന്നെ ഞാൻ കുറച്ചൊരു സാമ്പിൾ യൂട്യൂബിൽ നിന്നൊക്കെ എടുത്തിട്ട് കുറച്ച് സാമ്പിൾ മ്യൂസിക് ഇട്ടിട്ട് ഏകദേശം ഈ ഒരു ടൈപ്പ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു. ഇനി ഇതും മാറ്റാൻ കഴിയില്ല. പക്ഷെ പുള്ളിക്കാരൻ എന്താ പറയാ, ആ ഒരു സാധനം നമ്മൾ എന്താണോ വേണ്ടത് ഏകദേശം ഒരു ഐഡിയ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ക്യാച്ച് ചെയ്ത് ആ ഒരു നമ്മളെ ഫസ്റ്റ് ഹാഫിന് ശേഷമുള്ള ഭാഗം ഫുള്ള് പുള്ളിക്കാരൻ കൈ നിർത്തി ചെയ്തായിരുന്നു. ആ സംഭവം എന്ന് പറഞ്ഞാൽ അതാ ആ ഇമോഷണൽ സീനിലൊക്കെ നമുക്ക് കയ്യിൽ നിന്ന് വന്ന സാധനമായിരുന്നു. അതൊക്കെ നല്ല ഭംഗിയായിട്ട് BGM ചെയ്തത്. BGM ഭയങ്കര ഒരു പടത്തിനെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. അത് നമ്മൾ അത്ര ആദ്യം ചെയ്ത രണ്ട് സാധനങ്ങൾ നമ്മുടെ പടത്തിനെ താഴേക്ക് ഡൗൺ ചെയ്യുന്ന ഒരു സാധനമായിരുന്നു. അത് നമ്മൾ അപ്പിലേക്ക് കൊണ്ടുവന്നത് നമ്മളെ BGMനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ആ ഒരു നമ്മളെ ചെറിയ ബജറ്റിൽ ചെയ്യാൻ പുള്ളിക്കാരനും സഹായിച്ചു. അത്രയധികം എന്താ പറയാ, ഒരു ഫുൾ മൂവിക്ക് ചെയ്യുന്ന ഒരു ബജറ്റ് വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്ത് കുറച്ച് സഹായിച്ചു. അപ്പൊ അങ്ങനെ എല്ലാരും ഇതിലെ ഇപ്പൊ കളക്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരായാലും നമ്മളെ എല്ലാരും ബജറ്റ്, ഇപ്പൊ ധർമ്മേട്ടനായാലും ക്യാമറമാൻ ആയാലും എല്ലാരും നമ്മൾ ഇതിൽ കുറച്ച് സഹായിച്ചിട്ടായിരുന്നു ചെയ്തത്. എന്ന് വെച്ചാൽ ചെറിയൊരു ബജറ്റിൽ നമ്മളെല്ലാരും കൂടെ ഒരു കൂട്ടായ്മ സിനിമ ഉണ്ടാവുള്ളൂ. അതേപോലെ നമ്മളെ പാട്ട് ചെയ്തത് ഇതില് 3 സോങ്ങാണ് ഉള്ളത്. ഒന്ന് നിതിനായിരുന്നത്, പിന്നെ ഒന്ന് കാസർഗോഡുള്ള നമ്മളെ ഗൂഗിൾ എന്ന് പറഞ്ഞ ഒരു പയ്യൻ, പിന്നെ എറണാകുളത്തുള്ള പിന്നെ സോനു, ശ്രീരാഗ്, ലിറിക്സ്. ഈ ഓരോ സോങ് ചെയ്ത മൂന്ന് ടീമാണ്. ഞാൻ കുറെ ആൽബം സോങ്സ് ചെയ്തിട്ടുണ്ട് മുന്നേ ചെയ്ത കുറെ. അപ്പൊ എനിക്ക് സിനിമയിലൊക്കെ 2 സോങ് ആയിരുന്നു വേണ്ടിരുന്നത്. അതേപോലെ ആ 2 സോങ്ങിന് വേണ്ടിയാണ് ഇതേപോലെ രണ്ട് ടീമിന് കൊടുക്കുന്നത്. നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഷൂട്ട് തീരുന്നതിനടുത്ത് നമുക്ക് സോങ് കിട്ടണം, എന്നാലും ഏകദേശം അതിനനുസരിച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പെട്ടെന്ന് വേണമായിരുന്നു. അതുകൊണ്ട് നമ്മൾ 2 ടീമിന് കൊടുത്തു. അപ്പൊ അവരെ കാര്യങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ടീം വന്നു. പിന്നെ ഈ എഡിറ്റിംഗിന്റെ സമയത്ത് ഒരു സോങ് ആഡ് ചെയ്തത് നിതിനാണ്. അതുകൊണ്ട് പുള്ളിക്കാരന്റെ സന്ദേശത്തിന് ആഡ് ചെയ്ത ഒരു സോങ്, അത് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ആ ഒരു സോങ് ഇല്ലായിരുന്നു, സീൻസ് മാത്രമേ ഉണ്ടായിരുന്നു. ആ സീനിലൊരു സോങ് നമ്മൾ ചിന്തിച്ചിട്ടില്ലായിരുന്നു. അത് ബജറ്റ് തീരുന്നോണ്ടാണ് നമ്മളൊന്നാമത് അവിടെയുള്ള സോങ് ആഡ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. പിന്നെ ബജറ്റ് അടുത്തൊരു സോങ് കൂടി ചെയ്യാന്ന് പറഞ്ഞാൽ ബജറ്റ് അങ്ങോട്ടേക്ക് നല്ലോണം കേൾക്കും. അപ്പൊ അതൊരു നിതിന്റെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു ആ സോങ് എന്ന് പറഞ്ഞാൽ. ഫുള്ള് പുള്ളിക്കാരൻ തന്നെയായിരുന്നു ചെയ്തത്, എഴുതിയതും അതേപോലെ ആ മ്യൂസിക് ചെയ്തതെല്ലാം പുള്ളിക്കാരൻ തന്നെ. അത് നന്നായിട്ട് ആ പടത്തിൽ എഫക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഈ നമ്മളെ ഇന്റർവ്യൂ എല്ലാം കണ്ടിട്ട് ഇത് ഭയങ്കര സംഭവമാണ്, ഒരു ബാഫ് ബിരിയാണെന്ന് പ്രതീക്ഷിച്ചിട്ട് ചെറിയ സിനിമയാണ് അല്ലെ നമ്മൾ പറഞ്ഞില്ലേ. നമ്മള് ഏറ്റവും ചെറിയ ബജറ്റില് ഭയങ്കര എന്താ പറയാ റിസ്ക് എടുത്ത് ചെയ്ത ഒരു സംഭവം. അത് എന്താ പറയാ, എന്തായാലും ഒരു 1.5 മണിക്കൂർ നിങ്ങൾക്ക് കണ്ടിട്ട് ടൈം പാസ് എന്നുള്ള ലെവലിലല്ലാണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ഇതില് സംഭവിക്കുന്ന കാര്യങ്ങൾ ഈ പടത്തിലുള്ള കുറെ കാര്യങ്ങൾ എന്റെ ലൈഫിൽ അതിന് ശേഷം നടന്നിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മളെ മലബാർ ഏരിയയിലും പ്രത്യേകിച്ച് ഇന്നത്തെ എന്താ പറയാ ഒരു 20 to 30 അല്ലെങ്കിൽ 35 ഏജിനിടയിലുള്ള പുരുഷന്മാർ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങള് സംഭവങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്തില്ല. മെയിനായി കല്യാണക്കാരിയായാലും എന്തായാലും നമ്മള് ഓരോ കാര്യം, പിന്നെ ഓരോ ജോലി എന്ന് പറയുമ്പോൾ ഓരോരാൾക്ക് പുച്ഛിക്കാറുണ്ട്. അതായത് ചെറിയ ജോലി ആയാലും അതിന് ഒരു മാന്യതയുണ്ട്. അപ്പൊ ഏത് ജോലിനും നമ്മൾ അതിന്റേതായ റെസ്പെക്ടോടെ ചെയ്യണം. അത് തന്നെയാണ് നമ്മുടെ മെയിൻ തീം എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് ഒഴിവാക്കുന്ന അതിലൊന്നും കാര്യമില്ല. ഒരാളെ ക്യാരക്ടർ ആ സംഭവങ്ങളിലാണ് ഓരോരാളെ ഇതിൽ നിൽക്കുന്നത്. ജോലിയല്ല ഒരാളെ ഇതാക്കുന്നത്. അപ്പൊ ഏത് ജോലിയായാലും അതിന്റേതായ മാന്യതയുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിലാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ക്യാച്ച് ചെയ്യാൻ പറ്റുമായിരിക്കും ഒരുപാട് ആൾക്കാർക്ക്, നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ചിലപ്പോ കുറെ ഇനി റീൽസ് ഒക്കെ ആയിട്ട് വരാൻ സാധ്യത. നോക്കാം പടം ഇറങ്ങിയിട്ട് ആൾക്കാർ എത്ര ആൾ കാണുന്നു നോക്കിയിട്ട്. യൂട്യൂബിലെല്ലാം ഇപ്പം യൂട്യൂബിലെ കാര്യമെല്ലാം ഭാഗ്യം പോലെയാണ്. ഈ പറഞ്ഞ പോലെ നമ്മള് കിണ്ണം കാച്ച അഭിനയിച്ച് ചെയ്ത ഒരു ചെറിയ സാധനം അത് പ്രതീക്ഷിക്കാണ്ട് നല്ല റണ്ണിങ് എത്തിയിട്ടുണ്ട്. അപ്പൊ അതേപോലെ അതെല്ലാം ഞാൻ വെറുതെ നമ്മൾ 0 ബജറ്റ് ചെയ്ത സാധനങ്ങൾ അതെല്ലാം. അപ്പൊ ആ സാധനങ്ങൾ ഓടിയിട്ടുണ്ട്. അതെല്ലാം യൂട്യൂബിന്റെ കാര്യം പിന്നെ പറയാനില്ല, എല്ലാം പറഞ്ഞു. പക്ഷെ എന്തായാലും
ഈ പടം കണ്ടിട്ട് ആൾക്കാർ എന്താ പറയാ നന്നായി കാഴ്ച വെച്ചേ എന്ന് പറയാത്ത ഒരു അവസ്ഥയിലുള്ള ഒരു സാധനമാണ് ചെയ്തതിലുള്ള ഒരു കോൺഫിഡൻസ് മാത്രമേ ഉള്ളൂ. എന്തായാലും നോക്കാം. നല്ലൊരു മെസ്സേജ് ആണല്ലോ ഈ സിനിമ നൽകുന്നത്. അപ്പോൾ എന്തായാലും നല്ല അഭിപ്രായങ്ങൾ തന്നെ കിട്ടട്ടെ. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ നല്ല സക്സസ് ആയിട്ടുള്ള പുതിയ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. കണ്ണാടിപ്പറമ്പിലെ കല്യാണാലോചന എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത്. ഒരുപാട് പേരുടെ എഫേർട്ടാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. റിലീസിങ് അടുത്ത് തന്നെ ഉണ്ട്. എല്ലാവരും കാണണം, അഭിപ്രായം അറിയിക്കണം. താങ്ക് യു.